ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 9 അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഞാൻ അതിൻ്റെ ആദ്യം മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9 അധ്യായം. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമാസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. യഹൂദന്മാരായ ആളുകളാണ് ആദ്യം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത്. സുവിശേഷം വിശ്വസിച്ച അവർ യഹൂദന്മാരുടെ ആലയം പൂർണ്ണമായി ഉപേക്ഷിച്ച് വേറെ ഒരു ആരാധനാലയത്തിൽ പോവുകയോ വീടുകളിൽ കൂടുകയോ ചെയ്തില്ല. അവർ ചെയ്തത് ദേവാലയത്തിൽ തന്നെ കൂടുക എന്നതായിരുന്നു. ഇത് യെരുശലേമിൽ ഉണ്ടായ കാര്യമാണ്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേട്ട യഹൂദന്മാരായ ആളുകൾ വന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അവിടെ അവർ സിനഗോഗുകളിലായിരുന്നു പോയിരുന്നത്. മലയാളത്തിൽ പള്ളികൾ എന്നാണ് പറയുന്നത്, യഹൂദന്മാരുടെ പള്ളികൾ. ആ പള്ളികളിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിച്ച ആളുകൾ കൂടി വന്നിരുന്നു. അപ്പോൾ യഹൂദന്മാരും സുവിശേഷം വിശ്വസിച്ച ക്രിസ്ത്യാനികളും അവർ ഒരുമിച്ച് സിനഗോഗിൽ വന്നിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ യഹൂദന്മാരായ ആളുകൾക്ക്, യഹൂദമതത്തിൽ തീഷ്ണതയുള്ള ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ദേവാലയത്തിലും നമ്മുടെ സിനഗോഗുകളിലും നസ്രായൻ്റെ മാർഗം പിൻപറ്റുന്ന യഹൂദന്മാരുണ്ട്. അവരെ പുറത്താക്കണം, അവരെ ഉന്മൂലനാശം ചെയ്യണം. അതിൻ്റെ തുടക്കമായിട്ടാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത്. അത് നാം 7 അധ്യായത്തിലും 8 അധ്യായത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ വായിച്ചു. സ്തേഫാനോസ് കൊല്ലപ്പെട്ടതിന് ശേഷം യഹൂദ തീവ്രവാദികളായ ആളുകൾക്ക് കൂടുതൽ ഉന്മേഷമുണ്ടായി. അവർ കൂടുതൽ യഹൂദന്മാരുടെ ഇടയിലുള്ള വിശ്വാസികളെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അതിൽ ഒരു നേതാവായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. താൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിൽ വളരെയധികം ശുഷ്കാന്തിയുള്ളവനായിരുന്നു. പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9 അധ്യായത്തിലും പിന്നീട് 22 അധ്യായത്തിലും 26 അധ്യായത്തിലും വായിക്കുന്നുണ്ട്. അതിൽ 26 അധ്യായത്തിൽ പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഭീഷണിയും കുലയും മാത്രം പുറത്തു വന്നു. എന്നുവച്ചാൽ പൗലോസ്, അഥവാ അന്ന് ശൗൽ എന്നറിയപ്പെട്ടിരുന്ന പൗലോസ്, ദമസ്കോസ് എന്ന വേറൊരു പട്ടണത്തിലേക്ക് പോവുകയാണ്.
അവിടെയുള്ള യഹൂദന്മാരുടെ പള്ളികളിൽ വരുന്ന ക്രിസ്തു വിശ്വാസികളെ ഉപദ്രവിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്. താൻ തൻ്റെ തന്നെ വാക്യത്തിൽ നാം ശ്രദ്ധിച്ചാൽ പൗലോസ് പറയുന്നത്, ഞാൻ ഭ്രാന്ത് പിടിച്ചയാളായിരുന്നു, ഈ കാര്യത്തിൽ എനിക്ക് ഭ്രാന്തായിരുന്നു. ക്രിസ്തു വിശ്വാസികളെ നിഗ്രഹിക്കുക എന്നതായിരുന്നു തൻ്റെ ജീവലക്ഷ്യം. ഭീഷണിയും കുലയും മാത്രം പുറത്തു വന്നു. അതാണ് നാം 9-ാം അധ്യായത്തിൽ വായിക്കുന്നത്, താൻ നിശ്വസിച്ചു എന്ന് വായിക്കുന്നു. അങ്ങനെ പൗലോസ് ദമസ്കോസിലേക്ക് പോകുമ്പോൾ മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്നൊരു എഴുത്ത് വാങ്ങി. മഹാപുരോഹിതനാണല്ലോ യഹൂദ വിശ്വാസികളുടെ നേതാവ്. അപ്പോൾ അവിടുത്തെ സിനഗോഗിൽ കൊണ്ടുപോയി ഈ എഴുത്ത് കൊടുക്കുകയും അവിടെയുള്ള ക്രിസ്തു വിശ്വാസികളെ തടവിലാക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നതായിരുന്നു പൗലോസിൻ്റെ ഉദ്ദേശം. അങ്ങനെ താൻ ദമസ്കോസിലേക്ക് പോകുന്ന വഴി നടന്ന സംഭവമാണ് നമ്മുടെ വായിക്കുന്നത്. താൻ ദമസ്കോസിന് അടുത്തെത്തി എന്ന് വെച്ചാൽ തൊട്ടടുത്ത പട്ടണം ദമസ്കോസാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ തിരിച്ച് യെരുശലേമിലേക്ക് പോകാൻ പറ്റാത്തത്ര ദൂരം പൗലോസ് ദമസ്കോസിന് അടുത്തെത്തി. അപ്പോഴാണ് ആകാശത്ത് നിന്ന് ഒരു വലിയ വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. ഇത് ഉച്ച സമയത്താണ്. ഈ വെളിച്ചം കണ്ടതും പൗലോസ് നിലത്തു വീണു. പൗലോസ് ഒരു ശബ്ദം കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം. അവിടെ ശൗലിൻ്റെ പേര് വിളിക്കുകയാണ്. അതിൻ്റെ അർത്ഥം കൂടെയുള്ളവരോടൊന്നുമല്ല ഈ ശബ്ദം സംസാരിച്ചത്, പൗലോസിനോട് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ പൗലോസിനോട് ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? യേശുവാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. യേശുവിനെ പൗലോസ് ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. നമുക്കറിയാം, യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൻഹിദ്ര സംഘവും അവരുടെ ചില പടയാളികൾ, പിന്നീട് റോമൻ പടയാളികൾ, ഇവരൊക്കെയാണ് യേശുവിനെ ഉപദ്രവിച്ചത്. ഒരിക്കലും പൗലോസ് യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ പൗലോസിനോട് ഇപ്പോൾ യേശു പറയുന്നു, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നമുക്കറിയാം, പൗലോസ് ഉപദ്രവിച്ചത് സഭയാണ്. സഭ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ തല കർത്താവാണ്. അപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും ഒരു പരുക്ക് പറ്റിയാൽ നമുക്ക് വേദന തോന്നുന്നത് തലയിലാണ്. അതുപോലെ തന്നെ സഭയിലുള്ള ആളുകളെ ഉപദ്രവിച്ചപ്പോൾ അതിൻ്റെ വേദന അറിഞ്ഞത് സഭയുടെ തലയായ കർത്താവാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ പൗലോസ് തിരിച്ചു ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അപ്പോൾ 2 പ്രാവശ്യം യേശുവിടെ വ്യക്തമായി പൗലോസിനോട് പറയുന്നു, നീ ഈ വിശ്വാസികളെ ഉപദ്രവിച്ചാൽ നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. കർത്താവ് യേശു ആണെന്ന് ആ അവസരത്തിൽ പൗലോസിന് മനസ്സിലായി. പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ഒറ്റ ഫ്രേസിൽ നാം പറഞ്ഞാൽ യേശു ക്രിസ്തു ആണ് കർത്താവ് എന്നതാണ്. ഇതുപോലെ തന്നെ പഴയ നിയമത്തിലും ഒരു സന്ദേശം ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നോ? യഹോവയാണ് കർത്താവ്. ഏലിയ പ്രവാചകൻ ഇസ്രയേലിൽ വിഗ്രഹാരാധന അധികം വളർന്ന സമയത്ത് തൻ്റെ ശുശ്രൂഷ നടത്തിയതായിട്ട് നമുക്കറിയാം. അവിടെ കർമ്മേൽ പർവ്വതത്തിൽ താൻ തീ ഇറക്കി ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നതൊക്കെ നമുക്കറിയാം. അവിടെ ഏലിയ പ്രവാചകന് ഇസ്രായേൽ മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരുന്ന ഏക സന്ദേശം യഹോവയാണ് കർത്താവെന്നാണ്. കാരണം അന്ന് നാട്ടിലെല്ലാവരും ബാലാണ് കർത്താവ്, ബാലാണ് ദൈവം എന്ന് വിശ്വസിച്ചിരുന്നു. അത് ആ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പ്രവാചകന്മാർ ബുദ്ധിമുട്ടി. എന്നാൽ പുതിയ നിയമത്തിൽ അതിൻ്റെ പ്രധാന സന്ദേശം യേശുക്രിസ്തു ആണ് കർത്താവ് എന്നതാണ്. അത് പൗലോസ് അപ്പോസ്തലന് കർത്താവായ യേശുക്രിസ്തു മനസ്സിലാക്കി കൊടുത്തു. അവനോട് കൂടെയുള്ള ആളുകൾ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കണ്ടില്ല, അവർ മരവിച്ചു നിന്നു. പൗലോസ് എഴുന്നേറ്റു, അവനെ അവർ കൂട്ടിക്കൊണ്ട് ദമസ്കോസിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സംഭവിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പൗലോസ് ഒരു അത്ഭുതം വഴിയാണ് മാനസാന്തരപ്പെട്ടത് എന്ന് പലരും കരുതുന്നുണ്ട്. ഇവിടെ ഒരു അത്ഭുതം നടന്നു, സംശയമില്ല. എന്നാൽ ആ അത്ഭുതമല്ല വാസ്തവത്തിൽ പൗലോസിനെ വിശ്വാസത്തിലേക്ക് നയിച്ചത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി.
ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.